ഇതൊക്കെയാണോ ദുൽഖറിൻ്റെ പാൻ ഇന്ത്യൻ പ്രസൻസ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബെസ്റ്റ് ഈസ് ഇൻ മൈ ബെസ്റ്റ്. എടാ ക്യാമറ റോളിംഗ് അല്ലേ? റോളിംഗാ. ഞാൻ സെറ്റല്ലേ? ഓളെ ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫെസ്റ്റിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവരും പ്രധാന ഡിസ്കഷൻ എന്ന് പറയുന്നത് ആരെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നതാണ്. എല്ലാവരും മീറ്റിംഗ് വിളിച്ചു, ഓരോരുത്തർ ഇങ്ങനെ ഓരോ പേരൊക്കെ പറയാൻ തുടങ്ങി. ഇന്ന ആക്ടറിനെ കൊണ്ടുവരാം, ഇന്ന ആക്ട്രസിനെ കൊണ്ടുവരാമെന്നൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ലേലം വിളി പോലെയായി. മാർക്കറ്റ് അനുസരിച്ച് ഒരാളുടെ പേര് പറയും, കുറച്ച് കഴിയുമ്പോൾ മറ്റൊരാളുടെ പേര് പറയും. അതിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പെമ്പിള്ളേരെ മുന്നിൽ നിന്ന് ആളാൻ വേണ്ടിയിട്ട് ദുൽഖറിനെ ഇറക്കി, ഇതൊക്കെ എന്ത് എന്നൊക്കെ ഒരു ഡയലോഗ് അടിച്ച് പെട്ടെന്ന് അപ്പുറത്തുനിന്ന് ആരോ പറഞ്ഞു, എടാ ദുൽഖറൊക്കെ ഇവിടെ വന്നിട്ട് പോയടാ, പുള്ളിക്ക് ഏത് കാലത്ത് വന്നതാണ്. ദുൽഖർ എപ്പോൾ വന്നു? ഞാൻ അറിഞ്ഞില്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത്. എൻ്റെ കോളേജിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദുൽഖർ വന്നിരുന്നു. അദ്ദേഹം വന്ന് വലിയ സ്റ്റാറൊന്നുമല്ല. പുള്ളി ഇങ്ങനെ വന്നു, ആദ്യം എല്ലാവരും കുറച്ചൊക്കെ നോക്കി കൈയൊക്കെ അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ഫാൻസ്, അതായത് ലാലേട്ടൻ ഫാൻസ് മമ്മൂക്ക ഫാൻസ് ഇങ്ങനെ മാറി മാറി ജയൊക്കെ വിളിക്കാൻ തുടങ്ങി. പതിയെ ഒരു ഫാൻ ഫൈറ്റ് മൂഡിലേക്ക് ഇങ്ങോട്ട് പോയി. എന്നിട്ട് പുള്ളീനെ ഭയങ്കരമായിട്ട് കൂവി വിളിക്കുക, കളിയാക്കുക, കുറച്ച് അബ്യൂസീവായിട്ടൊക്കെ പറയുക. പക്ഷെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് ചിരിച്ചു നിന്നു, വേറെ ഒന്നും ചെയ്തില്ല. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തു. അന്ന് ഭയങ്കരമായിട്ട് ഒപ്പം നിന്ന് വരെ കളിയാക്കി വിളിച്ച ആളുകളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഇന്ന് അവർ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സെൽഫി പോലും പുള്ളിയുടെ കൂടെ അന്ന് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് മൂപ്പരെ അടുത്ത് പോലും കാണാൻ കിട്ടില്ല. കാരണം ആ ലെവലിലേക്ക് പുള്ളി വളർന്നുപോയി. അങ്ങനെ ആ ഒരു സമയത്ത് പുള്ളി ഭയങ്കരമായിട്ടുള്ള ഹിറ്റുകളൊക്കെ കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് ഉള്ള ഒരു സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ ലെവലിലേക്ക് പുള്ളി ഭയങ്കരമായിട്ട് കയറിപ്പോയി. ട്രെൻഡ് സെറ്റർ. ഈവൻ ഞങ്ങൾ പിള്ളേർ പോലും ആ സമയത്ത് ചാർലിയിലത്തെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക, എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക, അങ്ങനെ ലെവലിലേക്ക് പുള്ളി മാറിപ്പോയി. ഇനി ഇന്നത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാം. 2020 ശേഷം അദ്ദേഹത്തിനായിട്ടുള്ള കുറുപ്പ്, സല്യൂട്ട്, പിന്നെ കിങ് ഓഫ് കൊത്ത, ഇതുപോലുള്ള കുറച്ച് സിനിമകൾ മാത്രമേ മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. പക്ഷേ തെലുങ്കിൽ നിന്നൊക്കെ വേറെ സിനിമകൾ വരുന്നുമുണ്ട്. അതിൽ തന്നെ കൊത്ത ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്ത് ആളുകൾ പറയുന്നത്, ഇതൊക്കെയാണോ ദുൽഖറിൻ്റെ പാൻ ഇന്ത്യൻ പ്രസൻസ്? ഇത്രയൊക്കെ ഉള്ളോ? ഭയങ്കര തള്ളലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മലയാളികൾ കളിയാക്കാൻ ഭയങ്കര സംഭവമാണല്ലോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പിലാണ് പടം റിലീസ് ചെയ്തത്. ഈവൻ അതിൻ്റെ ട്രെയിലർ വ്യൂസ് നമ്മുടെ എമ്പുരാൻ ട്രെയിലറിനേക്കാളും കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ബോക്സ് ഓഫീസ് പവറുള്ളൊരു താരം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര അങ്ങനെ ഹൈപ്പായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. കാരണം പടം വേറെ ലാംഗ്വേജിലൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്, ഒരു റെക്കോർഡ് ഇടും, അതന്നെയാണ് എല്ലാവരും മൈൻഡിൽ. പക്ഷെ പടം പൊട്ടിയെന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ളൊരു ട്രോൾ മെറ്റീരിയലായിട്ട് പടം മാറി. അതിൻ്റെ ഒരു കഥാപാത്രം ഒരു ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നൊരു സീനുണ്ട്. ആപ്പിൾ രാജു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. ഈവൻ ഫാൻ ഫൈറ്റ് ഗ്രൂപ്പുകളിൽ പോലും ഭയങ്കരമായിട്ട് ട്രോൾ മെറ്റീരിയലായിപ്പോയി. പക്ഷേ അദ്ദേഹം അതിനെപ്പറ്റി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ, ഇത്തരത്തിലുള്ള മാസ് ക്യാരക്ടേഴ്സ് മലയാളികൾ ചിലപ്പം സ്റ്റാർസ് ചെയ്താൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, തന്നെ പോലെ ഒരാൾ ചെയ്താൽ അംഗീകരിക്കില്ല, ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻറ്റാണ്. ഈ മെത്തേഡ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് സ്റ്റെല്ല ആഡ്ലർ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുണ്ട്, ഭയങ്കര ആക്ട്രസ്സാണ്. നമ്മുടെ മോഡേൺ ആക്ടിങ്ങിൻ്റെ പിതാവായിട്ടുള്ള സ്റ്റാൻസ്ലോസ്കിയുടെ ആക്ടിങ് മെത്തേഡൊക്കെ പൊളിച്ചെഴുതി തൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്തൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി തൻ്റെ ശിഷ്യന്മാരോട് കാര്യം പറഞ്ഞു, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബെസ്റ്റ് ഈസ് ഇൻ മൈ ബെസ്റ്റ്. എവറി പേഴ്സൺ ഹാസ് എ നോം ആൻഡ് ഇൻ ദാറ്റ് നോം എവ്രി വൺ ഈസ് എ സ്റ്റാർ. അത് സിമ്പിളാണ്. നിങ്ങളുടെ ബെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് അല്ല, അത് നിങ്ങളുടെ മാത്രം ബെസ്റ്റാണ്. അതായത് സിമ്പിളായിട്ട് നമ്മൾ നോക്കാം. ദുൽഖർ നന്നായിട്ട് അഭിനയിക്കണം എല്ലാവരും പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാണ്? മമ്മൂക്കയായിട്ടാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മമ്മൂക്കയായിട്ട് അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് മമ്മൂക്കയായിട്ട് ഡെവലപ്പ് ആവാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹം ചെയ്യേണ്ടത് തൻ്റേതായിട്ടുള്ള ന്യൂനതകൾ മനസ്സിലാക്കുക, തൻ്റെ കുറവുകൾ മനസ്സിലാക്കി തനിക്കുള്ള സ്പേസിൽ പോയി ആ കാര്യങ്ങൾ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക, തൻ്റേതായിട്ടുള്ളൊരു ഇരിപ്പിടം സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ദുൽഖറിൻ്റെ കരിയർ നോക്ക്, എപ്പോഴൊക്കെ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം എന്താ ചെയ്തത്? പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തൻ്റെ ഫാൻസിനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തെലുങ്കിലേക്ക് നോക്കുക. മഹാനടി, സീതാരാമം, ലക്കി ഭാസ്കർ, ഈ സിനിമകളൊരു പ്രത്യേകതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പാൻ ഇന്ത്യൻ ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം പ്രഭാസൊക്കെ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ NTR ചെയ്യുന്ന പോലെയോ തെലുങ്കിൽ പോയി അല്ലെങ്കിൽ വലിയൊരു സിനിമ പിടിച്ച് ഭയങ്കര ആക്ഷൻ മാസ് ഹീറോ ആവാൻ നോക്കിയതല്ല. തൻ്റേതായിട്ടുള്ളൊരു ഏരിയയിൽ ഇമ്പ്രൂവൈസ് ചെയ്യാൻ നോക്കിയത്. അതായത് ഇപ്പോൾ സീതാരാമം മലയാളത്തിൽ ഇറങ്ങുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ പറയും, ഈ ക്രിഞ്ച്, എന്ത് റൊമാൻസ് എന്ന് പറയും. അല്ലെങ്കിൽ മഹാനടി പോലൊരു പടം ഇറങ്ങാണ്, അപ്പോഴത്തേക്ക് നമ്മൾ കമ്പയർ ചെയ്യും, 90കളിൽ ഞങ്ങൾ എത്ര സിനിമ കണ്ടതാണ്, ഇതൊക്കെയാണ് അഭിനയം ഉള്ള, ഇങ്ങനെ പറയും. അങ്ങനെ നമ്മൾ എന്തിനേയും കളിയാക്കും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ പടങ്ങളൊക്കെ അവിടെ ഭയങ്കര ഹിറ്റായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് തെലുങ്ക് പടമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വിടും. പിന്നെ മലയാളികൾ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് ലക്കി ഭാസ്കറാണ്. പക്ഷേ ഈവൻ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കമ്മട്ടിപ്പാടമായിരുന്നു. കമ്മട്ടിപ്പാടത്തിൽ പോലും നമുക്ക് പുള്ളിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്.
വിനായകൻ അടിപൊളിയാണ് നമ്മൾ പറയുന്നുണ്ട്, വിനായകൻ അടിപൊളിയാണ് വേറെ കാര്യം. പക്ഷേ ദുൽഖർ അടിപൊളിയാണെന്ന് പറയാൻ നമുക്ക് ഭയങ്കര മടി, നമ്മളത് സമ്മതിക്കുന്നില്ല. പക്ഷേ അതുപോലെ സിനിമകൾ പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല, കാരണം അവിടെ കൊമേഴ്ഷ്യലൈസ് ആയിട്ടുള്ള പടങ്ങളാണ് ഹിറ്റാവുന്നത്. പക്ഷേ പുള്ളി നൈസായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു. കാരണം അദ്ദേഹത്തിന് പറ്റിയ സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ചുകൂടെ ഡിമാൻഡ് ഉണ്ടാക്കി. ഇപ്പോൾ ആളുകൾ പലപ്പോഴും അറിയാം. ഈവൻ കൽക്കിയിൽ പോലും പ്രഭാസിനൊപ്പം അദ്ദേഹം അഭിനയിച്ചു. ഇനി ഒരു ഗംഭീര പാൻ ഇന്ത്യ സിനിമ വരികയാണെങ്കിൽ തെലുങ്കിലുള്ളവർക്ക് പുള്ളിനെ നന്നായിട്ട് അറിയാം, തമിഴിലുള്ളവർക്ക് അറിയാം, നോർത്ത് ഇന്ത്യയിൽ നന്നായിട്ട് അറിയാം. ചുപ്പ് പോലെ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ. അങ്ങനെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഈവൻ മണിരത്നത്തിൻ്റെ ഓക്കെ കൺമണി പോലൊരു കൾട്ട് പടം, അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു പടത്തിൽ അദ്ദേഹം അഭിനയിച്ചു. തൻ്റേതായിട്ട് രീതികൾ ഇങ്ങനെ മമ്മൂക്ക ചെയ്ത പോലെ തന്നെ രാഗിമിനിക്ക് ഒന്നിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹം വരുന്നുണ്ട്. ഒരു ഗംഭീര സിനിമ, ഒറ്റയൊരു ഗംഭീര സിനിമ അത് വന്നാൽ മതി, പുള്ളിയുടെ കരിയർ മൊത്തം മാറും. ഞാനത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഇനി വരാനുള്ള മൂവീസിൻ്റെ ഒരു ലൈനപ്പ് അത്യാവശ്യം ഹെവിയാണ്. അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ആം ഗെയിമാണ്. അതായത് നമ്മുടെ RDX ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നഹാസിൻ്റെ സിനിമ. ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ പടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പെപ്പയുണ്ട്, നല്ല കട്ടയ്ക്ക് ഇടിയുള്ള പടമായിരിക്കും. മാത്രമല്ല മറ്റ് ഭാഷകളിൽ റിലീസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ബോക്സ് ഓഫീസ് റെക്കോർഡ് ഇടും. പിന്നെ വേറെ കുറച്ച് സിനിമകളുണ്ട്, ലോക, അതായത് മലയാളത്തിൽ ആദ്യമായിട്ടൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് വരുന്ന സിനിമ, നമ്മുടെ കല്യാണി പ്രിയദർശനൊക്കെ അതിൽ ലീഡ് റോളിൽ അഭിനയിക്കുന്നത്. പിന്നെ കാന്ത എന്ന് പറഞ്ഞൊരു ബൈലിംഗ്വൽ മൂവി വേറെ ഭാഷകൾ റിലീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കൺഫേം ആണ്. പിന്നെ ആകാശംലോ ഒക്കതാര എന്ന് പറഞ്ഞ തെലുങ്ക് പടം, അതായത് അദ്ദേഹം സാധാരണ തെലുങ്കിൽ ചെയ്യാറുള്ള പോലത്തെ ഒരു മീറ്ററിലുള്ള പടം. ഇത്രയും സിനിമകൾ ഇനി വരാനിരിക്കുന്നത്, ഇതിലേതെങ്കിലുമൊക്കെ മിക്കവാറും ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ഇടും, അത് ഉറപ്പാണ്. ഇതുകൂടാതെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, വേഫ്രർ ഫിലിംസ്, എല്ലാവർക്കും അറിയാം. കുറുപ്പ്, പിന്നെ വരണ ആവശ്യമുണ്ട്, ഇതുപോലുള്ള വലിയ ഹിറ്റുകൾ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട്. ഇതിനെ കൂടുതൽ അദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അൾട്രാ വയലറ്റ് പോലുള്ള ബ്രാൻഡുകളുടെ അംബാസഡറാണ് അദ്ദേഹം. പിന്നെ ഓക്സിജൻ പോലുള്ള വലിയ ബ്രാൻഡുകളുടെ അംബാസഡർ കൂടിയാണ്. ഇത്രയൊക്കെ ആയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് DQ ഹിംസെൽഫ് ഈസ് എ ബ്രാൻഡ്. അപ്പോൾ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു വ്യക്തിയല്ല, ആ ബ്രാൻഡിനെയാണ്. ഈവൻ ഇന്ന് പോലും ഒരു സിനിമ റിലീസാവുകയാണ്, അത്യാവശ്യം ഹൈപ്പുണ്ട്, DQ എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ആ ഒരൊറ്റ പേര് മതി ആളുകളെ ഫസ്റ്റ് ഇനീഷ്യൽ ഡേയിലേക്ക് തിയേറ്ററിലേക്ക് പുള്ള് ചെയ്യാൻ. ദുൽഖറിൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലത്തെ ഒരു ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗുണ്ട്, അതുപോലെ തന്നെയാണ്. അതിങ്ങനെയാണ്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, വീണ്ടും ഓടുന്നവർക്ക് മാത്രം. സോ ഹാപ്പി ബർത്ത്ഡേ ടു ദ വൺ ആൻഡ് ഓൺലി ദുൽഖർ സൽമാൻ.